വന്നിരുന്നു ആർട്സ് സാറിന്റെ ശവകുടീരന്റെ പുഷ്പാർച്ചന നടത്താൻ വെട്ടരാജ വകയിലെ നേരിട്ട് കാണാൻ ഒക്കെ അദ്ദേഹം ഒന്ന് വന്നിരുന്നു. ഞാൻ ഓഫീസിലോട്ട് വന്നില്ല. ഓഫീസിൽ ആദ്യമായി എത്തുന്നു. അത് ഈ ഒരു ചടങ്ങിന് വേണ്ടി ആയി എന്നുള്ളതേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തെ മരണ ദിവസം ശവസംസ്കാര ദിവസം ഞാൻ അദ്ദേഹത്തോട് കൊല്ലത്തീനെ ഒരു അനുസ്മരണ മീറ്റിംഗ് നടത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രസിഡന്റ് എത്തണം എന്ന് പറഞ്ഞു. നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഏറ്റവും പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അങ്ങനെ തന്നതാണ് ഈ ഡേറ്റ് 20-ാം തീയതി. ഇതിനെ ഒരുപാട് ഔപചാരികതയിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ മീറ്റിംഗിൽ KPCC പ്രസിഡന്റിനെ കൂടാതെ വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാനായ കൊടിക്കുന്നിൽ സുരേഷ് എം പി, KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ PC വിശ്വനാഥ് MLA, കുണ്ടറയുടെ MLA, പ്രവർത്തകൻ എന്ന നിലയിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹവുമായി വളരെ അടുത്തിടപഴകുവാൻ, അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനായ കസേരയിൽ എനിക്ക് ഇരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടുകൂടി ഞാൻ കാണുകയാണ്. അദ്ദേഹം DC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞ നാളുകൾ എന്റെ മനസ്സിലൂടെ കടന്നുപോകും. സാത്വികനായ ഒരു രാഷ്ട്രീയ നേതാവ്, ഒരുപാട് വിശേഷണങ്ങൾ അദ്ദേഹത്തിന് യോജിച്ചതാണ്. ഇവിടെ എനിക്ക് ശേഷം സംസാരിക്കുന്ന നമ്മുടെ സമുന്നതരായ നേതാക്കൾ എല്ലാവരും ആ കാര്യങ്ങൾ വിശദമായി വർത്തമാനം പറയും. അതിന് അവസരമുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അദ്ദേഹത്തെ പറ്റിയുള്ള ചരിത്രങ്ങൾ പത്രത്തിൽ യഥാർത്ഥത്തിൽ ദൃശ്യമാധ്യമങ്ങൾ ഇത്രയധികം പ്രാധാന്യം കൊടുത്ത് ഒരു ചരമവാർത്ത പ്രക്ഷേപണം ചെയ്തത് അടുത്ത കാലത്തെ തന്നെ ചേർത്ത് നോക്കണം. അദ്ദേഹത്തിന്റെ മുഴുവൻ ജീവചരിത്രം, അദ്ദേഹത്തിന്റെ സ്വഭാവവിശേഷങ്ങൾ, അദ്ദേഹം ധനാഢ്യനായി ജനിച്ച് ഒന്നുമില്ല എന്ന് പറയുമ്പോൾ ആ വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. സ്വന്തം പേരിൽ സ്വത്തുക്കളില്ല എന്ന് ഒഴിച്ചാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെ മനസ്സിലും അദ്ദേഹത്തിന്റെ സ്ഥാനം നേടിയിട്ടാണ് കടന്നുപോയിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യസഭാംഗമായും എല്ലാം പ്രവർത്തിച്ചതിന്റെ അനുഭവങ്ങൾ, മാതൃകാപരമായ അദ്ദേഹത്തിന്റെ ഗുണഗണങ്ങൾ നമ്മുടെ മുൻപിൽ നന്നായിട്ടറിയാം. അദ്ദേഹത്തിന്റെ ലാളിത്യം, വിനയം, നിസ്വാർത്ഥത, കൃത്യമായ നിശ്ചയദാർഢ്യവും ആജ്ഞാശക്തിയും, നേതൃത്വത്തിന്റെ ഭാഗമായി ആവശ്യമായ ആജ്ഞാശക്തിയും എല്ലാം സാറിന്റെ പ്രത്യേകതകളായിരുന്നു, അദ്ദേഹത്തിന്റെ സവിശേഷതകളായിരുന്നു. രാഷ്ട്രീയം അധികാരത്തിന് വേണ്ടിയാണ്, അധികാരം ധനസമ്പാദനത്തിന് വേണ്ടിയാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണകളെങ്കിലും നിലനിൽക്കുന്ന സമൂഹത്തിലാണ് ധനേന്ദ്ര സാർ അധികാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് തെല്ലും വൈമനസ്യം ഉണ്ടായിരുന്നില്ല, പ്രയാസം ഉണ്ടായിരുന്നില്ല. അതാണ് രണ്ട് ഘട്ടങ്ങൾ പറഞ്ഞത്. ഒന്ന്, അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ട സന്ദർഭത്തിലും രമേശ് ചെന്നിത്തല തന്നെ പറഞ്ഞു, മന്ത്രിയായ രമേശ് ചെന്നിത്തലയെ ധനേന്ദ്ര സാറ് തന്റെ വീട്ടിലേക്ക് ഒരു മനോവിഷമവുമില്ലാതെയാണ് സ്വീകരിച്ചത്. അതായിരുന്നു അദ്ദേഹത്തിന്റെ വിശാലമായ മനസ്സെയും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ 2001 ഐക്യജനാധിപത്യ മുന്നണിയും മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റുണ്ട്. അദ്ദേഹത്തെ അഭിസംബോധന ചെയ്യാൻ വിട്ടുപോയി. ഐക്യജനാധിപത്യ മുന്നണി, കോൺഗ്രസും മുസ്ലിം ലീഗും ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് വന്നപ്പോഴും അദ്ദേഹമാണ് അതിലെ നേതൃത്വപരമായ പങ്കാളിത്തം വഹിച്ച അന്നത്തെ KPCCയുടെ പ്രസിഡന്റ്. പക്ഷേ കോൺഗ്രസിലെ ചില ധാരണകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്ത CK മുഖ്യമന്ത്രിയായി. പിന്നീട് എല്ലാവരും പോയത് KPCC ഓഫീസിലേക്കാണ്. ധനേന്ദ്ര സാറ് ആ പ്രസിഡന്റിന്റെ ചുമതലയിൽ നിന്ന് ഒരു സങ്കോചവുമില്ലാതെ, ഞാൻ പക്ഷേ ചിരിച്ചുകൊണ്ട് സ്ഥാനങ്ങൾ ഒഴിയുന്ന ഒന്ന് ശ്രീ ലീഡർ K കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ക്ലിഫ് ഹൗസിൽ നിന്ന് രാജ്ഭവനിലേക്ക് പോകുമ്പോൾ ഹാളിൽ കയറുമ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പോയത്. നമുക്കൊക്കെ ടെൻഷനുണ്ടാവും. അദ്ദേഹം ചിരിച്ചുകൊണ്ടാണ് പോയത്. ധനേന്ദ്ര സാറും അന്ന് യാതൊരു സങ്കോചവുമില്ലാതെയാണ് കേരളത്തിലെ കോൺഗ്രസിനെ വീണ്ടും വളരെ തർക്കമാകുന്ന ഒരു വിജയത്തിലേക്ക് നയിച്ച KPCC പ്രസിഡന്റ്. സൃഷ്ടിക്കുന്നവരായ നായകന്മാരും സഹനായകന്മാരും ഒക്കെ ചേർന്ന ഒന്നാണ്. അത് ചിലപ്പോൾ വെള്ളപ്പൊക്കം ഉണ്ടാകും, സംഘർഷങ്ങളും യുദ്ധങ്ങളും സൃഷ്ടിക്കും.
അത്തരം യുദ്ധങ്ങളും സംഘർഷങ്ങളും മനുഷ്യനെ പലപ്പോഴും പരിവർത്തനത്തിനും നന്മയുടെ തീരത്തേക്കും കൊണ്ടുപോകാൻ കാരണമാണ്. കൊല്ലം ജില്ല അത്തരം ചരിത്രത്തിൽ പേര് ചേർത്ത ഒരു ജില്ലയാണ്. ഈ ജില്ലയിലാണ് സി കേശവൻ ഉണ്ടായിരുന്നത്, ടി എം വർഗീസ് ഉണ്ടായിരുന്നു, ആർ ശങ്കർ ഉണ്ടായിരുന്നു, സി എം സ്റ്റീഫൻ ഉണ്ടായിരുന്നു, ആർ ശ്രീകണ്ഠൻ നായർ ഉണ്ടായിരുന്നു, ബേബി ജോൺ ഉണ്ടായിരുന്നത്, എം എൻ ഗോവിന്ദൻ നായർ ഉണ്ടായിരുന്നത്, ജെ ചിത്തരഞ്ജനും വെളിയിൽ ഭാർഗവനും ഉണ്ടായിരുന്നത്, ആർ ബാലകൃഷ്ണപിള്ള ഉണ്ടായിരുന്നു. ഇതെല്ലാം ഈ ജില്ലയിലാണ്. ഇവരെല്ലാം സൃഷ്ടിച്ച ഇളക്കങ്ങളും കോളിളക്കങ്ങളും സംഘർഷങ്ങളും തർക്കങ്ങളും ജനങ്ങളെ ഇളക്കുകയും നയിക്കുകയും ഒക്കെ ചെയ്യുന്നു. പക്ഷേ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ നിര്യാണം കോൺഗ്രസിന് ഒരു നഷ്ടം എന്നുള്ളത് പോലെ തന്നെ പൊതുപ്രവർത്തനത്തിന് ഒരു നഷ്ടമായി തന്നെ നിൽക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ വ്യത്യാസം കൂടാതെ ഇത്തരക്കാർ സമൂഹത്തിൽ നിന്ന് മാഞ്ഞു പോകുന്നത് നമുക്ക് നികത്താനാകാത്ത ഒരു നഷ്ടം. സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്നുള്ളത് രാജ്യത്തിന്റെ ഓരോ പൗരന്റെയും ഉത്തരവാദിത്വം എന്ന ബോധ്യത്തോടുകൂടിയാണ് ഒരു കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിൽ ചന്ദ്രചേട്ടനെ മാത്രമല്ല അതുപോലെ നിരവധി കുടുംബങ്ങൾ അവരെല്ലാം ആ പോരാട്ടത്തിൽ അതിന്റെ ഭാഗമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. എന്നാൽ അതിനുശേഷവും സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷവും രാഷ്ട്ര നിർമ്മാണവും കൂടെ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന തിരിച്ചറിവാണ് അവരെയൊക്കെ പൊതുരംഗത്തേക്ക് വീണ്ടും സജീവമാക്കാൻ ഇടയായത്. ഒരുപാട് ഭൂതകാല സ്മരണകൾ ഉണ്ട് എന്നതിന് സംശയമില്ല. അത് ഇപ്പോഴും മനസ്സുകളിൽ ഓളം കിട്ടുന്ന നിരവധി നേതാക്കന്മാരാണ്. അദ്ദേഹവുമായി ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തോടൊപ്പം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലും അതോടൊപ്പം തന്നെ KPCCയിലും ഒക്കെ ഭാരവാഹിയായ അദ്ദേഹത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ച നിരവധിയായ നേതാക്കന്മാർ. ശ്രീ എം വി ശശികുമാരൻ നായരെ പോലെയുള്ള തുമ്പത്തൂർ നിയോജകമണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും അടുത്ത് നിന്ന് പ്രവർത്തിച്ച അദ്ദേഹത്തിന്റെ വരവിലും പോക്കിലും ഒക്കെ അദ്ദേഹത്തെ അനുധാവനം ചെയ്ത ഒട്ടനവധി നേതാക്കന്മാർ ഈ വേദിയിലുണ്ട്. അവർക്കൊക്കെ തന്നെ ശ്രീ തരല ബാലകൃഷ്ണ സാറിന്റെ സവിശേഷമായ വ്യക്തിജീവിതത്തെക്കുറിച്ചും പൊതുജീവിതത്തെക്കുറിച്ചും സംഘടന കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് എന്ന പ്രവർത്തനത്തെക്കുറിച്ച് ധാരാളം പറയുവാനുണ്ട് എന്നതിൽ ആകർഷിച്ചു. മുൻ DCC പ്രസിഡന്റ് KC രാജൻ, ഇപ്പോഴും DC പ്രസിഡന്റായിരിക്കുന്ന ശ്രീ രാജേന്ദ്ര പ്രസാദ് ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമുള്ള എല്ലാവരും അദ്ദേഹത്തെ കുറിച്ച് അനുസ്മരിക്കാൻ തീർച്ചയായും ധാരാളം കാര്യങ്ങളുണ്ട് എന്നതിൽ സംശയം. സമാനതകളില്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവാണ് അദ്ദേഹം എന്നിവിടെ പരാമർശിക്കപ്പെട്ടത്. അദ്ദേഹത്തോടൊപ്പം ഏതാണ്ട് നൂറ്റാണ്ടിലേറെ കാലം പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായിരിക്കുമ്പോൾ ഞാനിവിടെ കൊല്ലത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റായി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. DCC ഓഫീസിൽ, പഴയ DCC ഓഫീസിൽ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് ഒരു പരിഗണന കിട്ടിത്തുടങ്ങിയത് ശ്രീ ചന്ദ്രചേട്ടൻ DCC പ്രസിഡന്റായ ശേഷം. അതിനു മുമ്പ് അങ്ങനെ ഒരു കരുതൽ, ഒരു സംരക്ഷണം, ഒരു പരിഗണന ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ലഭിക്കുന്നു. ഇപ്പോൾ ഇവിടെ കൃഷ്ണനാഥ് പറഞ്ഞതുപോലെ അദ്ദേഹം സൗമ്യനാണ്, പണ്ഡിതപ്പൂവിൻ്റെ പരിശുദ്ധിയുള്ള ആളാണ്. അതൊക്കെ ശരിയാണെങ്കിലും അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിൽ പരിഹസിക്കേണ്ടത് പരിഹസിക്കുവാനും മൂർച്ചയുള്ള പദങ്ങൾ ഉപയോഗിച്ച് വർത്തമാനം പറയേണ്ടത് അത് പറയുവാനും വലിയൊരു വാക്യമൊന്നുമായിരുന്നില്ല. പക്ഷെ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുപോലെ നമ്മുടെ ബഹുമാന്യനായ ഞാൻ പലപ്പോഴും സാക്ഷിയായിട്ടുണ്ട്. ലീഡർ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ പച്ചയായി പറഞ്ഞു. എന്താ ചോദ്യത്തിന് ഒരേ ഒരു അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കാണിച്ചത്. പുസ്തകം എഴുതിയിട്ടോ സിനിമയിൽ അഭിനയിച്ചതല്ല, ജീവിതത്തിലൂടെ അത് കാണിച്ചത്.
ക്വാളിറ്റി ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ളത് നമ്മുടെ ശ്രീ ലീഡർ കർണാടക ലീഡറിൽ അത്ര പവർഫുള്ളാണ് അദ്ദേഹം. എല്ലാ കാര്യത്തിലും ഇടപെടത്തില്ല, പക്ഷെ ഇടപെടുന്ന കാര്യത്തിൽ ദ ലാസ്റ്റ് വേർഡ് ലീഡർ അങ്ങനെ ക്വാളിറ്റി ഒരു വാക്ക് നമ്മൾ അവസാനം പറഞ്ഞാൽ അതിനപ്പുറം ഉപയോഗം പോകുന്നത് അങ്ങനൊരു ക്വാളിറ്റിയാണ് ചന്ദ്രശേഖരൻ. ഞാനത് ഒരുപാട് കണ്ടും കേട്ടും ഡൽഹിയിലൊക്കെ ഉള്ള